സ്ക്രീൻ ടൈമിന് ശേഷം കഴുത്തുവേദന അനുഭവപ്പെടുന്നുണ്ടോ എങ്കിൽ ഒരു പക്ഷേ അത് നിങ്ങളുടെ കണ്ണുമായി ബന്ധപ്പെട്ടിട്ടായിരിക്കാം. അതെങ്ങനെയാണ് എന്നുള്ളത് നമുക്ക് നോക്കാം. ഒരുപാട് സമയം ജോലിയുടെ ഭാഗമായിട്ടോ അല്ലാതെയോ സ്ക്രീനിലേക്ക് നോക്കിയിരിക്കുന്ന സമയത്ത് നമ്മുടെ ആ കണ്ണിൽ ഫാറ്റിക് എന്ന് പറഞ്ഞൊരു അവസ്ഥയിലേക്ക് പോകും ഒരുപാട് സമയമാവുന്ന സമയത്ത്. അപ്പോൾ ഒരു പക്ഷെ നമുക്ക് കാഴ്ചകളൊന്നും വളരെ കൃത്യമായിട്ട് കാണണം എന്നുണ്ടാവില്ല. അങ്ങനെ വരുന്ന സമയത്ത് നമ്മൾ പതുക്കെ നമ്മുടെ കഴുത്തും ചിലപ്പോൾ നമ്മുടെ ശരീരവും ഒക്കെ നമ്മൾ അറിയാതെ സബ് കോൺഷ്യസ്ലി കുറച്ചും കൂടെ ക്ലിയർ ആയിട്ട് കാണാൻ വേണ്ടി അടുത്തോ അല്ലെങ്കിൽ നമ്മളൊന്ന് അഡാപ്റ്റ് ആവും. അങ്ങനെ വരുന്ന സമയത്ത് നമ്മുടെ നെക്ക് മസിൽസിൽ ഇതുപോലെ ഇമ്പയർഡ് ആയിട്ട് പോകും. ചില മസിൽസ് ടൈറ്റ് ആയിട്ട് പോകും, ചില മസിൽ ഇനാക്റ്റീവ് ആയി പോകും. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടിട്ട് നെക്ക് പെയിൻ കാര്യങ്ങൾ വരാനായിട്ടുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഈ ഒരു കാര്യത്തിൽ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആദ്യം നിങ്ങളുടെ എർഗണോമിക് ആ രീതി തന്നെയാണ് ഞാൻ മുന്നത്തെ വീഡിയോയിൽ ഡിസ്ക്രൈബ് ചെയ്തിട്ടുണ്ട്. എങ്ങനെ IT പ്രൊഫഷണൽസ് ഡെസ്ക്ടോപ്പ് അല്ലെങ്കിൽ അതുപോലുള്ള കാര്യങ്ങൾ സെറ്റ് ചെയ്യുക, അതൊന്ന് സ്ക്രോൾ ചെയ്താൽ നിങ്ങൾക്ക് എളുപ്പത്തിൽ കാണാൻ പറ്റും. അപ്പോൾ നിങ്ങളുടെ സിറ്റിംഗ് ശ്രദ്ധിക്കുക. അതിനുശേഷം വളരെ കൃത്യമായിട്ടുള്ള ഇടവേളകളിൽ ബ്രേക്ക് എടുക്കുക. അറ്റ് എ ടൈം ഒരേ ഇതിലേക്ക് തന്നെ ശ്രദ്ധിക്കാതെ ഒരു 20 മിനിറ്റ്സ് ഒക്കെ കഴിയുമ്പോൾ അറ്റ്ലീസ്റ്റ് ചെറിയ ഐ റൊട്ടേഷൻ അതുപോലുള്ള മൂവ്മെന്റ്സ് കാര്യങ്ങളൊക്കെ ചെയ്തൊന്ന് റിലാക്സ് ആവാനായിട്ട് ശ്രമിക്കുക. അതുപോലെ ഇടയ്ക്ക് ഒക്കെ നിങ്ങൾ കോൺഷ്യസ്ലി ഓർമ്മ വെച്ചിട്ട് തന്നെ ഐ ബ്ലിങ്കിങ് അതുപോലുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് ഒന്ന് റിലാക്സ്ഡ് ആക്കാനായിട്ട് നോക്കുക. ഒരു പക്ഷേ നിങ്ങൾക്ക് വേദന ഓൾറെഡി നിങ്ങൾക്ക് അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ ഒരു ഫിസിയോ സപ്പോർട്ട് തേടുക. നിങ്ങളുടെ പോസ്റ്ററിൽ എവിടെയാണ് ആ ഒരു ബുദ്ധിമുട്ട് വന്നിട്ടുള്ളത് എന്ന് വളരെ കൃത്യമായി കണ്ടുപിടിച്ച് അത് മാനേജ് ചെയ്ത് നിങ്ങളുടെ എർഗണോമിക്സും കൂടെ ക്ലിയർ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒരുപാട് സമയം ഈ സ്ക്രീൻ ടൈമിന് ശേഷമുള്ള കഴുത്തുവേദന പൂർണ്ണമായിട്ടും നമുക്ക് ക്ലിയർ ചെയ്യാവുന്നതാണ്. താങ്ക് യു.